ലോകത്തെ പ്രധാന ആയുധ നിർമ്മാതാക്കളാണ് തുർക്കി. നാറ്റോ അംഗരാജ്യമായ തുർക്കി സമീപകാലം വരെ അതിവേഗം വളരുന്ന രാഷ്ട്രമായിട്ടാണ് കണക്കാക്കുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോ സൈനിക സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ളത് തുർക്കിയിലാണ്. ഈ കൂട്ടായ്മയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം കൂടിയാണ് തുർക്കി. തുർക്കി സ്വീകരിക്കുന്ന നയങ്ങൾ അടുത്ത കാലത്ത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോർ മൂർച്ഛിച്ച വേളയിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നടപടി വിവാദമായിരുന്നു. ഇന്ത്യൻ കമ്പനികൾ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാറുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതും ചർച്ചയായിട്ടുണ്ട്. എന്നാൽ തുർക്കി ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നു എന്നതാണത്. ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നതാണ് തുർക്കി നേരിടുന്ന ഒരു വെല്ലുവിളി. ഏറെ കാലമായി തുർക്കിയുടെ ഭരണ പ്രസിഡന്റ് ഉർദുഗാൻ പാർട്ടിയിലാണ്. പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും തുർക്കി ഉർദുഗാന്റെ കീഴിലായിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജനസംഖ്യ ഉയർത്താൻ വേണ്ടി പ്രത്യേക പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നുവെങ്കിലും ഫലം കാണുന്നില്ല. ജനസംഖ്യ കുറയുന്നു എന്നത് യൂറോപ്പ് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അതേ അവസ്ഥ ഇപ്പോൾ തുർക്കിയും നേരിടുന്നുണ്ട്. പ്രായമേറിയവർ കൂടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഭീഷണിയാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഓരോ സ്ത്രീകളും ചുരുങ്ങിയത് 3 കുട്ടികളെ പ്രസവിക്കണം എന്നാണ് ഉർദുഗാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4-5 കുട്ടികൾ ഉണ്ടായാൽ അത്രയും നന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉർദുഗാന് 4 കുട്ടികളാണുള്ളത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയായിരുന്നു ഒരു കാലത്ത് മിക്ക രാജ്യങ്ങളും ഭയന്നത്. സന്താനോൽപാദനം കുറയ്ക്കാൻ പദ്ധതി ആവിഷ്കരിച്ച ചൈന ഉൾപ്പെടെ അടുത്ത കാലത്ത് നയം മാറ്റിയത് യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആശങ്കയിലാണ്. ഇതേ പ്രതിസന്ധിയിലൂടെയാണ് തുർക്കിയും കടന്നു പോകുന്നത്. 2025 കുടുംബ വർഷമായി ആചരിക്കുന്നതിന് പിന്നിലും ജനസംഖ്യ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ഇതിനുവേണ്ടി അടുത്ത 10 വർഷത്തേക്ക് പുതിയ പദ്ധതി ഒരുക്കുകയാണ് ഉർദുഗാൻ. 2001 തുർക്കിയുടെ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് 2.38 കുട്ടികൾ ആയിരുന്നു. ഈ വർഷം 1.48 ആയി കുറഞ്ഞിട്ടുണ്ട് എന്നത് AFP റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളെക്കാൾ കുറവാണിത്. ഇത് വലിയ ദുരന്തമാണ് എന്ന് ഉർദുഗാൻ പറയുന്നു. മാത്രമല്ല, യുദ്ധം നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന് ഇത്. മകൾ സുമയ്യ നേതൃത്വം നൽകുന്ന വനിതാ കൂട്ടായ്മയുടെ പരിപാടിയിൽ അടുത്തിടെ സംസാരിച്ചപ്പോഴും കൂടുതൽ പ്രസവിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഉർദുഗാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനിടെ 2 കുട്ടികൾ മതിയെന്ന നയം വിയറ്റ്നാം തിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ജനസംഖ്യ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനസംഖ്യാ നിയമത്തിൽ ഭേദഗതി വരുത്തിയ ബില്ലിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര കുട്ടികൾ വേണമെന്ന് കുടുംബങ്ങൾക്ക് തീരുമാനിക്കാം എന്നതാണ് ഭേദഗതി ബില്ലിൽ പറയുന്നത്. 2009 2 കുട്ടികൾ എന്നുള്ള നയം വിയറ്റ്നാം നടപ്പാക്കിയത്. പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കുമിടയിലായിരുന്നു ഈ കർശനമായ നടപടി നടപ്പാക്കിയിരുന്നത്. അതേസമയം തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണവും സംബന്ധിച്ച് മധ്യപ്രദേശ് മന്ത്രിയും BJP നേതാവുമായ കൈലാഷ് വിജയ് വർഗീയ നടത്തിയ പ്രസ്താവന വിവാദമാവുകയാണ്. സ്ത്രീകളും പെൺകുട്ടികളും ഇറക്കം കുറഞ്ഞതും ശരീരം പൂർണ്ണമായും മറയ്ക്കാത്തതുമായ വസ്ത്രം ധരിക്കരുത്, തനിക്കത് ഇഷ്ടമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുമൊത്തുള്ള ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡോറിൽ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് വിജയ് വർഗീയ വിവാദ പരാമർശം നടത്തിയത്. വിജയ് വർഗീയയുടെ പരാമർശത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതോടെ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. സ്ത്രീകൾ എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീകളുടെ മാത്രം തീരുമാനമാണെന്നും അവരുടെ അവകാശമാണെന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പറയുന്നുണ്ട്. സ്ത്രീകളെ താൻ ദേവതമാരായാണ് കാണുന്നത് എന്നും പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ പെൺകുട്ടികൾ നല്ല വസ്ത്രങ്ങളും നല്ല മേക്കപ്പും നല്ല ആഭരണങ്ങളും ധരിച്ചാൽ ആളുകളെ അവർ സുന്ദരിയായി കാണും. എന്നാൽ വിദേശത്ത് കുറച്ച് വസ്ത്രം മാത്രം ധരിക്കുന്ന സ്ത്രീകളാണ് നല്ലതായി കാണപ്പെടുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശത്തുള്ള ഒരു പഴഞ്ചൊല്ലും മന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് അത്ര നല്ലതല്ല. കുറച്ചു മാത്രം വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ പോലെ കുറച്ചു മാത്രം പ്രസംഗിക്കുന്ന നേതാവാണ് നല്ലത് എന്നാണ് ആ പ്രയോഗം. എന്നാൽ താൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ദേവതമാരാണ്. അവർ നല്ല വേഷങ്ങൾ വേണം ധരിക്കാൻ. ശരീരം പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ എനിക്കിഷ്ടമല്ല. അത്തരം വേഷം ധരിച്ച പെൺകുട്ടികൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ ഞാൻ
ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു വരൂ, അവരോടൊത്ത് ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈലാഷ് വിജയ് വാർഗിയയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയുമുണ്ടായി. കൈലാഷ് വിജയ് വാർഗിയയുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചത്. കൈലാഷ് വിജയ് വർഗിയയ്ക്ക് താക്കീത് കൊടുക്കണം എന്നാണ് BJP നേതൃത്വത്തോട് പറയാനുള്ളത്. സ്ത്രീകളുടെ വേഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം പതിവാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ പൊതുമാധ്യമത്തിൽ വരാൻ പാടില്ല, നിങ്ങളുടെ സ്വഭാവം മാറ്റേണ്ടതാണ്. കോൺഗ്രസ് വനിതാ വിഭാഗം പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്.